ഹായ് മക്കളെ, ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലെ ആ ഒരു ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. മക്കൾ ചെയ്യേണ്ട പരിപാടി 1 കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക, 2 ലൈക്ക് ചെയ്യുക, 3 സബ്സ്ക്രൈബ് ചെയ്യുക, 4 പരിപാടി തീർച്ചയായിട്ടും ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ്സിൻ്റെ കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ എന്ത് ചെയ്യുക, താഴെ രേഖപ്പെടുത്തുക. തീർന്നില്ല, നിങ്ങൾക്ക് A+ ആണോ വേണ്ടത്, ഇത് കണ്ടാൽ സെറ്റാണ്. നിങ്ങൾക്ക് ഫുൾ മാർക്കാണോ വേണ്ടത്, ഇത് കണ്ടാൽ സെറ്റാണ്. നിങ്ങൾക്ക് പാസ്സാവുകയാണോ വേണ്ടത്, ഇത് കണ്ടാൽ സെറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മുതലാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഇപ്പം തന്നെ എന്ത് ചെയ്യാം, പഠിച്ച് പോവാം. മക്കളൊരു നോട്ട്ബുക്കും പേനയും എടുത്തിട്ട് മുന്നിലിരിക്കുക, ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. ചില കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെന്റലി പീരിയോഡിക് ലോ. ഇത് പലപ്പോഴായിട്ട് എക്സാമിന് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്രിസ്മസ് പരീക്ഷയും അതേപോലെ മോഡൽ എക്സാമും എഴുതിയ നിങ്ങൾ ഓരോരുത്തർക്കും അറിയുന്നുണ്ടാവും ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ സ്റ്റേറ്റ്മെൻറ്റ് ഒരേപോലെ തന്നെയാണ്, അവസാനത്തിൽ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിൻ്റെ മുകളിൽ പറയുന്നില്ല. പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയുന്നതായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചോ ഓരോ മാർക്ക് വീതം കിട്ടുന്നതായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയാണ്: The properties of elements are periodic functions of their atomic number എന്നുള്ളതാണ് മോഡേൺ പീരിയോഡിക് ലോ. ഇനി മെന്റലി പീരിയോഡിക് ലോ ആണെന്നുണ്ടെങ്കിലോ, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദർ അറ്റോമിക് മാസ്. മക്കൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോ, ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ആണ്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സ്റ്റേറ്റ്മെന്റ് പഠിച്ചോ മാർക്ക് അവിടെ കിട്ടിയിരിക്കും. എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് മോഡേൺ പീരിയോഡിലും ആണെങ്കിൽ അറ്റോമിക് നമ്പർ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് മെന്റലി പീരിയോഡിലും ആണെന്നുണ്ടെങ്കിൽ അവരവിടെ ഡിപ്പെൻഡ് ചെയ്യുക, അറ്റോമിക് മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സെറ്റ് അല്ലേ? റെഡി. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, മക്കളെ നോക്കിക്കോ: ഡിസ്കസ് അബൌട്ട് ദി മെയിൻ മെറിറ്റ്സ് ഓഫ് മെന്റലി പീരിയോഡിക് ടേബിൾ. മെന്റലി പീരിയോഡിക് ടേബിളിന്റെ മെയിൻ മെറിറ്റ്സ് ഞാനിവിടെ 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. മക്കളെ ഈ 4 പോയിന്റ്സ് പഠിച്ചാൽ മതി. ഫസ്റ്റ് പോയിന്റ് എന്താടാ? ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് വാസ് ദി ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ. അതായത് ആദ്യത്തെ പീരിയോഡിക് ടേബിൾ ആണ്. അതുകൊണ്ട് തന്നെ മെന്റലിനെ വിളിക്കുന്ന പേരാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. എന്താ വിളിക്കുക? ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പീരിയോഡിക് ടേബിളിന്റെ ബാപ്പാന്നോ അച്ഛനെന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഈ രണ്ടാമത്തെ പോയിന്റ് വളരെ സിമ്പിൾ ആണ്. ഒരേ പ്രോപ്പർട്ടി ഉള്ള എലമെന്റ്സിനെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ പ്ലേസ്ഡ് ഇൻ സെയിം ഗ്രൂപ്പ്. സെക്കൻഡ് പോയിന്റ് വെരി സിമ്പിൾ. അതായത് നമ്മുടെ കോപ്പർ, പൊട്ടാഷ്യം, അതേപോലെ മഗ്നീഷ്യം, കാൽഷ്യം, നമ്മുടെ ഗോൾഡ്, ഇവരൊക്കെ മെറ്റൽസ് ആണ്. മെറ്റൽസ് ഒക്കെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പോൾ അവരെ കുറിച്ച് പഠിക്കാൻ നമുക്ക് എന്തായിരിക്കും, എളുപ്പമായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ചില എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ തെറ്റായിരുന്നു, അതെന്താക്കി അദ്ദേഹം ശരിയാക്കി മാറ്റി. അതിൽ പെട്ടാണ് എന്ത്, ബെർലിയത്തിന്റെ മാസ് 13 നിന്നും 9 കൊണ്ടുവന്നു. അവസാനമായിട്ട് ഇനിയും ഭാവിയിൽ ചില എലമെന്റ്സ് കണ്ടുപിടിക്കാനുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല അവർക്ക് സ്ഥലം ഒഴിച്ചു വിട്ടു. തീർന്നില്ല, അതിന്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തു, പ്രെഡിക്റ്റ് ചെയ്തു. സോ ഈ 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 മാർക്ക് പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സെറ്റാണെന്ന് വിചാരിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ നോട്ടൊന്ന് പഠിച്ചാൽ മതി. സെറ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിത് കാണാപ്പാടം പഠിക്കണമെന്ന് പറയുന്നില്ല. ആ ഒരു ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ ആ ഒരു ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. റൈറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. മക്കളെ പ്രധാനമായിട്ടും പഠിക്കേണ്ട 4 പോയിന്റ്സ് ഇതാണ്. ഓൾ ആർ മെറ്റൽസ്. ഫസ്റ്റ് പോയിന്റ്, ഓൾ ആർ മെറ്റൽസ്. ഈ രണ്ടാമത്തെ പോയിന്റ്, ദ എക്സിബിറ്റ് വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ്. ഡിഫറെന്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. തീർന്നില്ല, മൂന്നാമതായിട്ട് ദി ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. അവർ കളറുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ദ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ വേരിയസ് കെമിക്കൽ റിയാക്ഷൻ. ഒരുപാട് രാസപ്രവർത്തനങ്ങളിൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 4 പോയിന്റ്. ഇതല്ലാതെ അവസാന ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലാണെന്ന് പറയാൻ പറ്റും. അതേപോലെ അവർ ഗ്രൂപ്പ് 3 മുതൽ 12 വരെ ഉണ്ടെന്ന് പറയാൻ പറ്റും. തീർന്നില്ല, ഇവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നെന്ന് പറയാൻ പറ്റും. സോ ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ ഇതോടെ കൊടുത്തിട്ടുണ്ട്. മക്കളെ അവസാനത്തെ ഈ 4 പോയിന്റ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. അപ്പൊ ഈ കാര്യത്തിൽ വേറെ എക്സ്ക്യൂസും കാര്യങ്ങളൊന്നുമില്ല. നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചേക്കുക. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 മാർക്കാണ്, മറന്നു പോകരുത്. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദി റെക്കമെൻഡഡ് IUPAC നെയിം ആൻഡ് സിംബൽ ഓഫ് ദി എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 108? അറ്റോമിക് നമ്പർ 108ന്റെ IUPAC നെയിമും സിംബലും. അപ്പോൾ ഈ ടേബിൾ പഠിക്കണം. 0, 1, 2 എത്ര 9 വരെ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം ഉണ്ട്, അതിന്റെ അബ്രിവിയേഷൻസ് ഉണ്ട്. മക്കളെ ടേബിൾ പഠിച്ചിട്ടുണ്ടാവും. സോ 108 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺ എന്നാണ് വിളിക്കുന്നുണ്ടാവുക. 0 ഈസ് നിൽ ആൻഡ് 8 എന്ന് പറഞ്ഞാൽ ഒക്ട് ആണ് കേട്ടോ. സോ അൺനിൽ ഒക്ട്. തീർന്നില്ല, ലാസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് ഒരു IUM കൂടി ആഡ് ചെയ്യുക. സോ എന്താ വായിക്കുക, അൺനിൽ ഒക്ടിയം ഈസ് നോൺ ആസ് 108. ഇതിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞ സമയത്ത്
1 എന്ന് പറയുമ്പോൾ അണ്ണാവുമ്പോൾ യു ആണ്, ക്യാപിറ്റൽ കൊടുക്കുക. അതേപോലെ 0 നിൽ ആയതുകൊണ്ട് സ്മോൾ n കൊടുക്കുക. ദെൻ 8 ഒക്ട ആയതുകൊണ്ട് O കൊടുക്കുക. യുനോ ഈസ് ദി സിമ്പിൾ. മക്കൾ അങ്ങനെയാണെങ്കിൽ 123യുടെ ആ ഒരു പേരും സിമ്പിളും മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. 123യുടെ പേരും സിമ്പിളും നിർബന്ധമായിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, നിർബന്ധമായിട്ട് കമന്റ് ചെയ്യുക. ഇനി തിരിച്ചങ്ങോട്ടും ചോദിക്കും, എന്താ, ഞാൻ വേറെ ക്വസ്റ്റ്യൻ തരാം. അനിൽ ക്വാഡിയം, ഇതിന്റെ സിമ്പിളും വേണം, പേരും വേണം, സോറി അറ്റോമിക് നമ്പറും വേണം. അപ്പൊ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുണ്ട്. ഒന്ന് ഇയാളുടെ പേരും സിമ്പിളും, ഇയാളുടെ അറ്റോമിക് നമ്പറും സിമ്പിളും എന്ത് ചെയ്യുക മക്കൾ കമന്റ് ചെയ്യുക. നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണേ. റെഡി. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. 1 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. വൈ ഈസ് പൊട്ടാഷ്യം കൺസിഡർഡ് ആസ് എസ് ബ്ലോക്ക് എലമെന്റ്? എന്തുകൊണ്ടാണ് പൊട്ടാഷ്യം എസ് ബ്ലോക്ക് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു എലമെന്റ് ഏതെങ്കിലും ഒരു ബ്ലോക്കിലുള്ളതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവസാനത്തിൽ ഇലക്ട്രോൺ ആ ഒരു കറസ്പോണ്ടിങ് ബ്ലോക്കിലേക്ക് ആയിരിക്കണം വരേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ സബ്ഷനിലേക്ക് ആയിരിക്കണം വരേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പൊട്ടാഷ്യത്തിലെ അവസാന ഇലക്ട്രോൺ എവിടെയാണോ നോക്കിയാൽ മതി, എസ് സബ്ഷനിലാണോ നോക്കിയാൽ പോരെ? തീർച്ചയായിട്ടും സാറേ. അപ്പൊ നമുക്കറിയാം പൊട്ടാഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 19 ആണല്ലോ, 19 ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് ആർഗൺ ആണ് 18 അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 4s1 എന്ന് കൊടുക്കുന്നു. സോ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഇൻ എസ് സബ്ഷെൽ അല്ലേ. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ ഉള്ളത്? എസ് സബ്ഷെൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. സോ ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് പൊട്ടാഷ്യം ഈസ് എൻഡോർഡ് ഇൻടു ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെൽ. സോ ഇറ്റ് ഈസ് നോൺ ആസ് എസ് ബ്ലോക്ക് എലമെന്റ്. Ready. The next question എന്താ മക്കളെ? വെരി ഇമ്പോർട്ടന്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. വാട്ട് ആർ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്? മക്കളെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരുപാട് എലമെന്റ്സ്, കാർബൺ, ഹൈഡ്രജൻ, സോഡിയം, ലിഥിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽഷ്യം, ഓക്സിജൻ, ഫ്ലൂറിൻ, നൈട്രജൻ, ക്ലോറിൻ, ഇവരൊക്കെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എവിടെയൊക്കെയാണെന്നറിയോ? എസ് ബ്ലോക്കിലും അതേപോലെ തന്നെ പി ബ്ലോക്കിലാണ് അല്ലേ. അപ്പൊ നമ്മൾ ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ എലമെന്റ്സും കാണപ്പെടുന്നത് എസ് ബ്ലോക്കിലും പി ബ്ലോക്കിലും അല്ലേ. സോ ദേ ആർ നോൺ ആസ് എന്ത്, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. സോ എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ് കളക്റ്റീവ്ലി നോൺ ആസ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. കണ്ടോ? അതായത് ഈ എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1 മുതൽ 2 വരെ, ഇവരെന്തായിരിക്കും ഗ്രൂപ്പ് 13 മുതൽ 18 വരെ. ഈ മൊത്തം 8 ഗ്രൂപ്പുകളെ ഒറ്റ വാക്കിൽ വിളിക്കുന്ന പേരാണ് എന്ത്, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. സോ എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് എസ് ബ്ലോക്ക് എലമെന്റ്സ്, സോറി റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുക ഗ്രൂപ്പ് 1, 2, then 13, 14, 15, 16, 17 and 18 is known as representative elements. അവരെന്തുകൊണ്ടാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവർ നമ്മൾ ഫെമിലിയർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എലമെന്റ്സ് അതൊക്കെ ഈ ഒരു പൊസിഷനിൽ വരുന്ന ആൾക്കാരായതുകൊണ്ടാണ് അവർ നമ്മൾ അങ്ങനെ വിളിക്കാനുള്ള കാരണം. സെറ്റ് അല്ലേടാ? റെഡിയാണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഈസ് ഗിവൺ. നെയിം ദി പീരിയഡ് ആൻഡ് ഗ്രൂപ്പ്. വെരി സിമ്പിൾ. ഇവിടെ 3s2 3p5 അവസാനിക്കുന്നത് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, 3s2 3p5 എന്ന് താഴോട്ട് എടുക്കുന്നുണ്ടേ. ഓക്കെ, 3s2 3p5 എടുത്തു. ഇതിന്റെ ബ്ലോക്കും അതേപോലെ തന്നെ പീരിയഡും അതേപോലെ തന്നെ ഗ്രൂപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബ്ലോക്ക് ചോദിച്ചില്ല, എന്നാലും കണ്ടുപിടിച്ചോ. ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് എൻറ്റോർഡ് ഇൻടു പി സബ്ഷെൽ. സോ ഇറ്റ് ഈസ് എ പി ബ്ലോക്ക് എലമെന്റ് അല്ലേടാ, പി ബ്ലോക്ക് എലമെന്റ് ആണ്. അതേപോലെ തന്നെ പീരിയഡ് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ഷെൽ നമ്പർ ഇൻ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ആരാണ് മക്കളെ? തേർഡ് പീരിയഡിലല്ലേ. തേർഡ് പീരിയഡ് ആണ്. ഈ നമ്പർ നോക്കിയാൽ മതി, ഈ ഹയസ്റ്റ് ഷെൽ നമ്പർ. ദെൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവസാന ഇലക്ട്രോൺ പിയിലായത് കൊണ്ട് 12 ആഡ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക? 12 + 5 = 12 + 5 = 17 എന്ന് കിട്ടും കേട്ടോ. എത്ര കേട്ടാ? 17 കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പി ബ്ലോക്ക് ആണെങ്കിൽ 12 ആഡ് ചെയ്യുക. എസ് ബ്ലോക്കിലെ എലമെന്റ്സ് ആണെങ്കിലോ എസിലുള്ള ഇലക്ട്രോൺസ് രണ്ടായിരിക്കും, 1 or 2 ആയിരിക്കും. S1 or S2 ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഓർ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഡിയിലാണെങ്കിലോ ഡിയിലുള്ള ഇലക്ട്രോൺസും എസിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ 3d5 4s2 എന്നാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്ലോക്ക് വരുന്നുണ്ടാവുക ഡി ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. ബ്ലോക്ക് എന്തായിരിക്കും? ഡി ബ്ലോക്ക് ആയിരിക്കും. പീരിയഡ് ഹൈസ്റ്റ് ഷെൽ നമ്പർ എന്തായിരിക്കും? 4 ആയിരിക്കും. അതിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 + 2 = എന്തായിരിക്കും? 7 ആയിരിക്കും കേട്ടോ. അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പും ബ്ലോക്കും പീരിയഡും കണ്ടുപിടിക്കുക. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നില്ല കൂടുതലായിട്ട് പറയുന്നില്ല മക്കളെ. ഇതൊക്കെ ഒരു 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, തെറ്റിക്കരുത് കേട്ടോ. റെഡി. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. വാട്ട് ആർ ഐസോലെക്ട്രോൺ സ്പീഷീസ്? മക്കളെ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻഡ് വെരി ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിന് മാത്രമേ ചോദിക്കാത്തുള്ളൂ, അതിന്റെ മുന്നേ നടന്ന എല്ലാ എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. സോ പബ്ലിക് എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുന്നതായിരിക്കും. എന്താ ഐസോലെക്ട്രോൺ സ്പീഷീസ്? ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ്. എന്താ പറഞ്ഞേ? ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ എണ്ണം തുല്യമായിട്ടുള്ള ആറ്റംസിനെയോ അയോൺസിനെയോ നമ്മൾ എന്ത് വിളിക്കുക?
ദാറ്റ് ഈസ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. അയോൺസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരോ നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരോ, കാറ്റിയോൺസോ ആനിയോൺസോ. സോ ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ നോൺ ആസ് എന്താ വിളിക്കുക? ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. ഗിവ് എക്സാമ്പിൾസ്. എക്സാമ്പിൾ വളരെ സിമ്പിൾ ആടാ. ആദ്യം 10 ഇലക്ട്രോൺസ് ഉള്ള കുറച്ച് ആൾക്കാർ നമ്മൾ പഠിക്കാം. 10 ഇലക്ട്രോൺസ് ഉള്ളത് നിയോൺ അല്ലടാ. അറ്റോമിക് നമ്പർ 10 നിയോൺ ആണ് അല്ലേ? നിയോണ് തൊട്ടപ്പുറത്ത് ആരുണ്ട്? സോഡിയം വരുന്നുണ്ട്, പിന്നെ മഗ്നീഷ്യം വരുന്നുണ്ട്, ദെൻ അലൂമിനിയം വരുന്നുണ്ട്. അറ്റോമിക് നമ്പർ 11, 12, 13. എങ്ങനെ ഒരു 10 ഇലക്ട്രോൺസ് ആക്കുക? 11 ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു Na+. മഗ്നീഷ്യം 12 അല്ലേ? 2 ഇലക്ട്രോൺ പോകണ്ടേ? അപ്പൊ എന്താ കിട്ടുക? 2+. അപ്പൊ ഇയാളോ 3+. തീർന്നോ? ഇല്ല. ഇനി തൊട്ടിപ്പുറത്തോട്ട് നിയോന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഫ്ലൂറിൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഇവിടെ നമ്മൾ പ്ലസ് കൊടുത്തപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? -2 -3 കൊടുക്കുക. ഇത്രയും പരിപാടി ഉള്ളൂ. സോ ദീസ് ആർ 10 ഇലക്ട്രോൺ സ്പീഷീസ് ഓർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഹാവിംഗ് 10 ഇലക്ട്രോൺസ്. സെറ്റല്ലേ? എക്സാമിന് ചോദിക്കുന്നതാണ്, പഠിച്ചു നോക്കണം കേട്ടോ. ഇതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് അല്ലേ? ഇതില് ഏറ്റവും ചെറിയ സൈസ് ആർക്കാണെന്ന് ചോദിക്കലുണ്ട്. ഏറ്റവും ചെറിയ സൈസ് ആർക്കാണ് ചോദിക്കലുണ്ട്. മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താടാ? കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്. കാറ്റയോൺ ലെസ് ദാൻ അല്ലെങ്കിൽ സ്മോളർ ദാൻ പാരന്റ് ആറ്റം. എക്സാമ്പിൾ ആയിട്ട് Na+ ലെസ് ദാൻ സോഡിയം. അതേപോലെ തന്നെ മക്കളെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ആനയോൺ ലാർജർ ദാൻ പാരന്റ് ആറ്റം. എക്സാമ്പിൾ ആയിട്ട് Cl- ലാർജർ ദാൻ ക്ലോറിൻ. അതായത് പോസിറ്റീവ് ചാർജ് ഉള്ള ആൾ എപ്പോഴും ചെറുതായിരിക്കും, നെഗറ്റീവ് ചാർജ് ഉള്ള ആൾ എപ്പോഴും എന്തായിരിക്കും? വലുതായിരിക്കും. അപ്പൊ ഈ കാര്യം ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു കാറ്റിയോൺ ചെറുതാണ്, ആനിയോൺ വലുതുമാണ് അല്ലെ? കാറ്റിയോൺ വിത്ത് ഹൈ ചാർജ്, കാറ്റിയോണിന്റെ ചാർജ് കൂടുതലാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈസ് കുറവാടാ. എന്താടാ? സൈസ് കുറവാണ്. സൈസ് കുറവാനുള്ള കാരണം എന്താ അറിയോ? അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. ചാർജ് കൂടുമ്പോൾ അട്രാക്ഷൻ കൂടുമ്പോൾ സൈസ് കുറയൂലേ? തീർച്ചയായിട്ടും കുറയും. കാരണം എന്താ? ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ് അല്ലേ? അപ്പൊ നമുക്ക് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറവാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിലോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും അല്ലേ? അതേപോലെ തന്നെ നമുക്ക് അറിയുന്ന മറ്റൊരു കാര്യമാണ് അറ്റോമിക് സൈസ് inversely proportional to effective nuclear charge. So we can say that number of electrons directly proportional to atomic size. Number of electrons കൂടുതലാണെങ്കിൽ atomic size കൂടുതലായിരിക്കും. Number of electrons കുറവാണെങ്കിൽ atomic size കുറവായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ചാർജ്, കാറ്റിയോണിന്റെ ചാർജ് കൂടുതലാ, അപ്പൊ എന്തായിരിക്കും? സൈസ് വളരെ കുറവാ. ഓക്കെ, അതേപോലെ ആനിയോണിന്റെ ചാർജ് കൂടുതലാ, സൈസ് എന്തായിരിക്കും? വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ എന്താ കൊടുക്കുക? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്തായിരിക്കും? കുറവായിരിക്കും കേട്ടോ. അപ്പൊ ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഇതല്ല നമ്മുടെ ആൻസർ. ഈ കൺസെപ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആ. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ സൈസ് പോസിറ്റീവ് ചാർജിനല്ലേ? അതിൽ 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്, Na+ഉം Al3+ഉം. അതിലാർക്ക് ഏറ്റവും ചെറിയ ചാർജ്? ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? അപ്പൊ ചാർജ് കൂടിയ ആൾക്ക്. സോ ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ആരാ? സ്മോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് സൈസ് ആയിരിക്കൂടാ? സ്മോളസ്റ്റ് സൈസ് എന്ന് പറഞ്ഞ സമയത്ത് അലൂമിനിയം 3+ ആയിരിക്കും കേട്ടോ. സോ ഈ പോയിന്റ് ഓർത്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്ന പോയിന്റ്സ് ആണ്. സോ കാറ്റിയോൺ വിത്ത് ഹൈ ചാർജ് ഹാസ് ദി ലോവസ്റ്റ് സൈസ്, ആനിയോൺ വിത്ത് ഹൈ ചാർജ് ഹാസ് ദി ഹയസ്റ്റ് സൈസ്. ആ ഒരു പോയിന്റ് ആണ് മക്കൾ ഓർത്ത് വെക്കേണ്ടത്. കാറ്റിയോൺ എപ്പോഴും ചെറുതായിരിക്കും, ആനിയോൺ എപ്പോഴും എന്തായിരിക്കും? വലുതായിരിക്കും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. റേഡിയസ് ഓഫ് F- എന്ന് പറഞ്ഞാൽ ഒരു ആനയോൺ ആണ്. സോ ഈ ആനയോണിന്റെ റേഡിയസ് 136 പൈക്കോമീറ്റർ ആണ്. അതേപോലെ ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ പാരന്റ് അല്ലടാ. ഈ ആനോൺ ഉണ്ടായത് എവിടുന്നാണ്? ഫ്ലൂറിൻ ആണ്. എത്ര കിട്ടുക? 64 പൈക്കോമീറ്റർ ആണ്. എന്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്? ഓക്കെ, ഈ ഒരു കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? കൂടുതലാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും. സോ സൈസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഇൻ ഫ്ലൂറൈഡ് അയോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ more and therefore effective nuclear charge is very low and therefore the size is very high. So and parent, അതായത് ഒരു പാരന്റ് ആറ്റത്തിനേക്കാളും എപ്പോഴും വലുതായിരിക്കും എന്ത്? ആനയോൺ. And anion is always larger than parent atom due to decrease in effective nuclear charge. Effective nuclear charge കുറവായതുകൊണ്ട് പഠിക്കണം കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നുണ്ട്. വാട്ട് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി? എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി? എൻ്റെ കയ്യിൽ ഒരു എലമെന്റ് ഉണ്ട്. ആ എലമെന്റിന്റെ അവസാന ഷെല്ലിൽ നിന്നും, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും എനിക്കൊരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എത്ര എനർജി അപ്ലൈ ചെയ്യണം? ദാറ്റ് എനർജി ഈസ് നോൺ ആസ് അയോണൈസേഷൻ എനർജി. ഒരു എലമെന്റിൽ നിന്നും ഇലക്ട്രോൺസിനെ ഒഴിവാക്കാൻ ആവശ്യമായ എനർജിയാണ് എന്ത്?
അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഇറ്റ് ഈസ് ദി എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എ ഗ്യാസ് ഐസൊലേറ്റഡ് ഗ്യാസസ് ആറ്റം. അങ്ങനെ തന്നെ പറയാം കേട്ടോ, നിർബന്ധമായിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. വാട്ട് ഈസ് ഇറ്റ്സ് വേരിയേഷൻ ഇൻ എ ഗ്രൂപ്പ് ആൻഡ് പീരിയഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അയണേഷൻ എന്താൽപ്പി ഗ്രൂപ്പിലും പീരിയഡിലും എങ്ങനെയാണ് വേരി ചെയ്യുന്നുണ്ടാവുക. മക്കളെ ഇവിടെ നോക്കിക്കോ, പീരിയഡിലാണ് ഞാൻ ആദ്യം പറയുന്നത്. പീരിയഡിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് അയോണൈസേഷൻ എന്താൽപ്പി കൂടുന്നു, കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. On moving left to the right in a period, ionization enthalpy increases due to increase in effective nuclear charge അല്ലെങ്കിൽ decrease in atomic size. Atomic size കുറയുന്നുണ്ട്. രണ്ട് കാരണങ്ങൾ. ഇതേപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പിലും പറയാൻ വേണ്ടി പറ്റും. ഗ്രൂപ്പിൽ മക്കളെ കേട്ട് വെച്ചോ, ടോപ്പ് ടു ബോട്ടം വരുന്ന സമയത്ത് ടോപ്പ് ടു ബോട്ടം ഇവിടെ എന്തായിരുന്നു, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുന്ന സമയത്ത് അയോണൈസേഷൻ എന്താൽപ്പി കുറയുന്നു, കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു അല്ലെങ്കിൽ അറ്റോമിക് സൈസ് കൂടുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അയോണൈസേഷൻ എന്താൽപ്പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് സൈസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, ഓർത്തു വെക്കുക. തീർന്നില്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്സിജൻ ഹാസ് ലോവർ അയണൈസേഷൻ എന്താൽപ്പി ദാൻ നൈട്രജൻ. വൈ? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രജനേക്കാളും അയണൈസേഷൻ എന്താൽപ്പി കുറവാണ് ഓക്സിജന്. എന്തുകൊണ്ട്? നമുക്കറിയാം, ഗ്രൂപ്പിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ പറഞ്ഞു. എന്താ സംഭവിക്കുന്നത്? അയണൈസേഷൻ എന്താൽപ്പി കൂടുതലല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു പോയിന്റ് ആണ്, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് അയോണൈസേഷൻ എന്താൽപ്പി കൂടണ്ടേ? അപ്പോൾ നൈട്രജൻ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ അല്ലല്ലോ, നൈട്രജൻ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ അല്ലല്ലോ. നൈട്രജൻ എന്തായിരിക്കും? ലെസ് ദാൻ ഓക്സിജൻ ആണ് ശരിക്കും വരേണ്ടത് അല്ലേ? പക്ഷെ അങ്ങനെ വരുന്നില്ല എന്നാ പറയുന്നത്. നൈട്രജൻ ലെസ് ദാൻ ഓക്സിജൻ ആണ്, പക്ഷെ എന്താണ് നൈട്രജൻ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കാരണം ഞാൻ പറയുന്നുണ്ട്, മക്കളെ കേട്ട് വെച്ചോ. നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കടാ. 1s2 2s2 2p3. ഇവിടെയോ 1s2 2s2 2p4. സോ ദിസ് ഈസ് ഹാഫ് ഫിൽഡ് അല്ലേ? ദിസ് ഈസ് ഹാഫ് ഫിൽഡ് ആണ് സാറേ. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ എന്താ പ്രത്യേകത? ഹൈലി സ്റ്റേബിൾ ആണ് അല്ലേ? സോ ഇവിടെ എന്താണ്? സ്റ്റേബിൾ ആണ്. നമ്മളിവിടെ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is directly proportional to stable configuration. സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണെങ്കിൽ അയാൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ സമ്മതിക്കോ? ഇല്ല. അതേസമയം ഇയാൾക്ക് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണോ? അല്ല. പക്ഷേ ഒരു ഇലക്ട്രോൺ പോയാലോ സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഇലക്ട്രോൺസിനെ കൊടുക്കും. അപ്പോൾ അങ്ങനെ റീസൺ ചെയ്താ the Einstein enthalpy of nitrogen is greater than that of oxygen because the half filled electronic configuration of nitrogen, because it is more stable and it is less ready to donate or remove an electron from its outermost shell. കേട്ടോ, അപ്പൊ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. ഡ്യൂ ടു ദി ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ ഇറ്റ് എക്സ്പീരിയൻസ് മോർ ഇലക്ട്രോൺ അയണൈസേഷൻ എന്താൽപ്പി ദാൻ ഓക്സിജൻ, അല്ലെങ്കിൽ ഓക്സിജൻ എന്തായിരിക്കും? നൈട്രജനേക്കാളും കുറവായിരിക്കും. അപ്പൊ ഒരു പോയിന്റ് മനസ്സിലാക്കി നോക്കുക. ഈ ഓർഡർ അല്ല ഇവിടെ ഉള്ളത്. ദെർ ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. ദാറ്റ് ഈസ് കൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റാ, എക്സാമിന് പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യനാ, പഠിക്കണം കേട്ടോ. റെഡി. സോ നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. അയോണൈസേഷൻ എന്താൽപ്പി ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനുള്ള എനർജി ആണല്ലോ. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിലേക്ക് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജി എന്ത് വിളിക്കുന്നുണ്ടാവുക? ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നമ്മൾ വിളിക്കുന്നുണ്ടാവുക. കൃത്യമായിട്ട് അവിടെ പഠിച്ചു നോക്കുക. ഇറ്റ് ഈസ് ദി ഹീറ്റ് ചേഞ്ച്, അതായത് അവിടെ ഉണ്ടാവുന്ന എനർജി ഡിഫറൻസ് ആണ്. ഹീറ്റ് ചേഞ്ച് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാസസ് ആറ്റം, ദാറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ready. Second question like what? And the second question എന്താ? What is its variation in a group and period? മക്കളെ അയോണൈസേഷൻ എന്താൽപ്പി പോലെ തന്നെയാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയും. സോ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്ന ആള് പീരിയഡില് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്താണെന്ന് അറിയോ? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഇൻക്രീസസ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് become more negative. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതലെങ്കിൽ become more നെഗറ്റീവ് ആണ്. അതേപോലെ തന്നെ ഗ്രൂപ്പില് നമ്മൾ ടോപ്പ് ടു ബോട്ടം വരുന്ന സമയത്ത്, താഴോട്ട് വരുന്ന സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ കുറയുന്നു, അതേപോലെ പീരിയഡ് ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ മക്കൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ റിപ്പൾഷൻ, അതേപോലെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അതേപോലെ അയണേഷൻ എൻതാൽപ്പി. ഈ ഒരു പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലെ മറ്റൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, നോബിൾ ഗ്യാസിനെ സംബന്ധിച്ചിട്ട് നോബിൾ ഗ്യാസിന് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഹാലജൻസിനെ സംബന്ധിച്ചിട്ട് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അതേപോലെ ആൽക്കലി മെറ്റൽസിനെ സംബന്ധിച്ചിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കലി മെറ്റൽസ് സംബന്ധിച്ചിട്ട് ലെസ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അപ്പോൾ ആൽക്കലി മെറ്റൽസിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവാണ്, കാരണം അവർക്ക് ഇലക്ട്രോൺസിന് ആവശ്യമുണ്ടോ? ഇല്ല, അവർ ഇലക്ട്രോൺ കൊടുക്കുന്ന മെറ്റൽസ് അല്ലടാ തീർച്ചയായിട്ടും. പക്ഷേ ഹാലജൻസ് ആണ് നോൺ മെറ്റൽസ് അല്ലേ, അവർ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. അതേപോലെ നോബിൾ ഗ്യാസോ അവർക്ക് ഇലക്ട്രോൺസിനെ വേണ്ട, ഇലക്ട്രോൺസിനെ കൊടുക്കുകയില്ല വാങ്ങുകയില്ല. അതുകൊണ്ട് അവർക്ക് എന്തായിരിക്കും പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയായിരിക്കും. നമ്മൾ അങ്ങോട്ട് നിർബന്ധിപ്പിക്കണം, എനർജി അങ്ങോട്ട് അപ്ലൈ ആണ്, തെർമോഡൈനാമിക്സ്. റെഡി? സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്ലോറിൻ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബി നമ്മൾ പറഞ്ഞു, എ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ സി ക്വസ്റ്റ്യൻ പറയത്രേ ഉള്ളൂ. ക്ലോറിൻ ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലൂറിൻ ഉണ്ട്. സോ 17 ആണ് അറ്റോമിക് നമ്പർ, 9 ആണ്. ഇവിടെ 2,8,7 ഇവിടെ എന്താണ് 2,7 ആണ്. ഇവിടെ നമുക്കറിയാം 3 ഷെല്ലുണ്ട്. ഇവിടെ എത്ര ഉള്ളൂ? 2 ഷെല്ലേ ഉള്ളൂ. അപ്പോൾ 2 ഷെല്ലിലേക്കും 3 ഷെല്ലിലേക്കും ഓരോ ഇലക്ട്രോൺസ് ആണ് വരുന്നത് അല്ലേ. ഇവിടെ കുറച്ച് എന്താണ് സൈസ് കൂടുതലല്ലേ, ഇവിടെ കുറച്ച് സൈസ് കൂടുതലും ഇവിടെ കുറച്ച് എന്തായിരിക്കും സൈസ് കുറവായിരിക്കും. സൈസ് കുറവാണെങ്കിൽ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്തായിരിക്കൂടാ? കൂടുതലായിരിക്കും. ഇവിടെയോ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്തായിരിക്കൂടാ? കുറവായിരിക്കും. മക്കൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ റിപ്പൾഷൻ. ഇവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ കുറവായതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ലെസ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡ്യൂ ടു ദി സ്മോളർ സൈസ് ഓഫ് ഫ്ലൂറിൻ it experienced more and more electron repulsion, so it has less negative electron gain enthalpy than chlorine. അല്ലെങ്കിൽ chlorine has more negative electron gain enthalpy than fluorine due to less electron repulsion in chlorine അല്ലെങ്കിൽ more electron repulsion in fluorine. രണ്ട് രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഒന്ന് വേർഡ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Which of the following elements has the most positive electron gain enthalpy? നമ്മൾ പറഞ്ഞു തൊട്ട് മുന്നത്തെ പോയിന്റ്, നോബിൾ ഗ്യാസിന് പോസിറ്റീവ് അല്ലേ. അപ്പോൾ ആർക്കാടാ? ഇവിടെ നിയോൺ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. മോർ പോസിറ്റീവ് കേട്ടോ, മോർ പോസിറ്റീവ്. കാരണം അതെന്താ? നോബിൾ ഗ്യാസ് ആണ്, ഓൾറെഡി സ്റ്റേബിൾ ആണ്, ഇലക്ട്രോൺസിന് ആവശ്യമില്ല. ഓക്കെ, ദാറ്റ്സ് ദി കൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഒരു കോവാലന്റ് ബോണ്ട് ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആറ്റംസ് തമ്മിൽ ഷെയർ ചെയ്ത ഇലക്ട്രോൺസ് ആണ് അല്ലേ. ആ ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ 2 ആറ്റംസിൽ ഒരാൾ എന്ത് ചെയ്യാണ്? കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ അബിലിറ്റിനെ വിളിക്കുന്നവരാണ് എന്ത്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇറ്റ് ഈസ് ദി അബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ടിലുള്ള ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള അബിലിറ്റി നമ്മൾ വിളിക്കുന്നവരാണെന്ത്? അബിലിറ്റി വിളിക്കുന്നവരാണെന്ത്? ദാറ്റ് ഈസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം വൺ സ്കെയിൽ യൂസ്ഡ് ടു എക്സ്പ്രസ് ദി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ദാറ്റ് ഈസ് പോളിംഗ് സ്കെയിൽ. എന്താണ് പോളിംഗ് സ്കെയിൽ കേട്ടോ, പഠിച്ചു നോക്കുക. ദെൻ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലിമെന്റ്? അതാരാ? ഫ്ലൂറിൻ ആണ്. ഇനിയിപ്പോൾ ലീസ്റ്റ് ആണെങ്കിലോ ഫ്രാൻസും. സോ മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലിമെന്റ് ഫ്ലൂറിനും, ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലിമെന്റ് ക്ലോറിനും ആണ്. ഫ്രാൻസ് ആണ്. ഇയാളുടെ വാല്യൂ 3.98 ആണ്, ഇയാളുടെ വാല്യൂ 0.7 സംതിങ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. എന്താണ്? വാട്ട് ഈസ് അനോമലസ് പ്രോപ്പർട്ടീസ്? വാട്ട് ആർ റീസൺ ബിഹൈൻഡ്? മക്കളെ, നമ്മുടെ സെക്കൻഡ് പീരീഡിലെ എലമെന്റ്സ് ആണ് ആരൊക്കെ? നമ്മുടെ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇവരൊക്കെ താഴെ ആ കറസ്പോണ്ടിങ് ഗ്രൂപ്പിൽ വേറെ എലമെന്റ്സ് ഉണ്ടല്ലോ. ആ എലമെന്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് ചില പ്രോപ്പർട്ടീസിൽ എന്താ പറയുക, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ, ദാറ്റ് ഈസ് അനോമലസ് ബിഹേവിയർ. സോ every first member of second period have some different properties with respect to the other elements of the respective group, that is known as anomalous behavior. So അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്, മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ കാരണം
സെക്കൻഡ് പീരീഡ് എലമെന്റ്സിലെ ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും ഏറ്റവും സ്മോളർ സൈസ് ആ ഗ്രൂപ്പിൽ. അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് കൂടുതൽ ആർക്കായിരിക്കും? അവർക്കായിരിക്കും. അതേപോലെ തന്നെ അവർക്ക് ഹൈ ചാർജ് ടു റേഡിയസ് റേഷ്യോ ആയിരിക്കും. 3 കാര്യങ്ങൾ പഠിക്കുക: സ്മോളർ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ ചാർജ് ടു റേഡിയസ് റേഷ്യോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് 4ാമത്തെ പോയിന്റ് ആണ്. സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n is equal to 2 ആണ് അല്ലേ. സോ ഇവിടെ നമുക്ക് 2s അതേപോലെ 2p മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ 2d. 2d ഉണ്ടോ? ഇല്ല. സോ എന്തായിരിക്കും? lack of vacant d orbital അല്ലെങ്കിൽ absence of vacant d orbitals. so these are the reason behind the anomalous behavior. നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോ. 2 മാർക്കിന് കഴിഞ്ഞ മോഡലിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പലരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാൻ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 2023 പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2023 മാർച്ച് പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോസ്ഫറസ് ക്യാൻ ഫോം PCl5 ബട്ട് നൈട്രജൻ കനോട്ട് ഫോം NCl5. വൈ? ഫോസ്ഫറസിന് PCl5 ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ നൈട്രജന് NCl5 ഫോം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്തുകൊണ്ട്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്, ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ 15 ആണ്. സോ 2,5 ആണ്, 2,8,5 ആണ്. സോ ഇവിടെ 2 ഷെല്ല് മാത്രമേ ഉള്ളൂ, ഇവിടെ 3 ഷെല്ലുണ്ട് അല്ലേ. 2 ഷെല്ലാണെങ്കിൽ സബ് ഷെല്ലുകൾ 2s 2p മാത്രം. 3 ഷെല്ലാണെങ്കിൽ സബ് ഷെല്ലുകൾ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. കാരണം ഷെൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ് ഷെല്ല് ഉണ്ടായിരിക്കും. സോ ഈ ഒരു കേസിൽ നമ്മൾ പറയുന്നുണ്ട് there is no vacant d orbitals. അവിടെ vacant d orbitals ഇല്ലാത്തതുകൊണ്ട് so nitrogen cannot form NCl5. so due to the absence of vacant d orbital, nitrogen cannot form NCl5. അവിടെ vacant orbitals ഇല്ലാത്തതുകൊണ്ട് നൈട്രജൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂലോ? d orbitals ഇല്ലാത്തതുകൊണ്ട് നൈട്രജൻ എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു NCl5 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ദാറ്റ് ഇസ് എ കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നുണ്ട്. വാട്ട് ഈസ് ഡയഗണൽ റിലേഷൻഷിപ്പ്? മക്കളെ, സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആരൊക്കെ? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ നിൽക്കട്ടെ. അതേപോലെ തൊട്ട് താഴെ സോഡിയം, മെഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, അതേപോലെ തന്നെ ഫോസ്ഫറസ് അല്ലേ. സിലിക്കൺ ഉണ്ട്, അതേപോലെ നമ്മുടെ ഫോസ്ഫറസ് ഉണ്ട്. സിലിക്കൺ, ദെൻ ഫോസ്ഫറസ്, ദെൻ സൾഫർ, ദെൻ ക്ലോറിൻ. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണലി പ്ലേസ്ഡ് ചെയ്ത എലമെന്റ്സ് തമ്മിൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി ഉണ്ട്. ദിസ് ഈസ് നോൺ ആസ് എന്ത്? ഡയഗണൽ റിലേഷൻഷിപ്പ്. അതിന്റെ കാരണം ഇവിടെ പറയുന്നുണ്ട്. സ്മോളർ അയണിക് സൈസ്, അതായത് കമ്പാരബിൾ അയണിക് സൈസും അതേപോലെ തന്നെ ചാർജ് ടു റേഡിയസ് റേഷ്യോ ഒക്കെ സെയിം ആയതുകൊണ്ടാണ്. ഇവരെ അയണിക് സൈസും അതേപോലെ തന്നെ അവർ ചാർജ് ടു റേഡിയസ് റേഷ്യോ സെയിം ആയതുകൊണ്ട് ദ എക്സിബിറ്റ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അതായത് ഡയഗണലി പ്ലേസ്ഡ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? സെയിം ആണ്. ദാറ്റ് ഇസ് കൺസെപ്റ്റ്. സെക്കൻഡ് ആൻഡ് തേർഡ് റോ എന്താ പറയുക, സെക്കൻഡ് അതേപോലെ തേർഡ് പീരീഡിൽ മാത്രം. റെഡി. ഇതിനൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലിഥിയം ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് മഗ്നീഷ്യം. ആരാണ്? മഗ്നീഷ്യം. 1 മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. പ്രെഡിക്റ്റ് ദി ഫോർമുല ഓഫ് ദി ഫോളോയിങ് സ്റ്റേബിൾ ബൈനറി കോമ്പൗണ്ട്സ്. അപ്പോൾ ആദ്യം മക്കൾ പഠിക്കേണ്ടത് ഈ ചാർജ് പഠിക്കണം. Na+, K+, Mg2+, Ca2+, Al3+, F-, Cl-, Br-, I-, then O2-, S2-. നിർബന്ധമായിട്ട് ഈ ചാർജുകൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു നോക്കുക. ഇനി അലൂമിനിയം ആൻഡ് ബ്രോമിൻ. സോ അലൂമിനിയത്തിന്റെ ചാർജ് 3+, ആദ്യം പോസിറ്റീവ് ചാർജ് ചെയ്താൽ പിന്നെ Br-, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ അപ്പം എന്താ കിട്ടുക? Al-Br3. അപ്പൊ ഈ ചാർജ് പഠിച്ച എളുപ്പമല്ലേ? തീർച്ചയായിട്ടും എളുപ്പമാണ്. ദെൻ കാൽഷ്യം ആൻഡ് അയഡിൻ. യെസ്, കാൽഷ്യം 2+, പോസിറ്റീവ് ചാർജ് ആദ്യം കൊടുത്തു. അയഡിൻ I- ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ എന്താ കിട്ടുക? Ca2. ഇത്രയേ ഉള്ളൂ സാറേ. സെറ്റാക്കി നോക്കണേ, പഠിക്കണം കേട്ടോ. റെഡി. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. വിച്ച് ഈസ് ദി അസിഡിക് ഓക്സൈഡ് അമംഗ് ദി ഫോളോയിങ്? മക്കളെ പഠിച്ചു വെച്ചോ. അസിഡിക് ഓക്സൈഡ്സിന്റെ എക്സാമ്പിൾ, ബേസിക് ഓക്സൈഡ്സിന്റെ എക്സാമ്പിൾ, ആംഫോട്ടറിക് ഓക്സൈഡ്സിന്റെ എക്സാമ്പിൾ. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ആംഫോട്ടറിക് ഓക്സൈഡ്, അത് ലാസ്റ്റ് 1 ആയിട്ട് ന്യൂട്രൽ ഓക്സൈഡ്സ്. അസിഡിക് ഓക്സൈഡ്സ് നോൺ മെറ്റലിന്റെ ഓക്സൈഡ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്, Cl2O7 ഇതുപോലുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. സോ ആൻസർ കിട്ടി. ഇതാണ് എന്ത്? അസിഡിക്. ഇനി ബേസിക് ആണെന്നുണ്ടെങ്കിൽ സോഡിയം ഓക്സൈഡ്, പൊട്ടാഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, ഇവരൊക്കെ എന്താണ്? നമ്മുടെ ബേസിക് ആണ്.
ദെൻ ആംഫോട്രിക് എന്ന് പറഞ്ഞ സമയത്ത് Al2O3 ഉണ്ടാവും, അതേപോലെ സിങ്ക് ഓക്സൈഡ് പോലുള്ള ആൾക്കാരൊക്കെ എന്താണ് ആംഫോട്രിക് ആണ്. ന്യൂട്രൽ ആണെങ്കിലോ കാർബൺ മോണോക്സൈഡും അതേപോലെ NO ഒക്കെ എന്താണ് ന്യൂട്രൽ ഓക്സൈഡ്സ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സൈഡ്സും കിട്ടും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലാസ് പഠിച്ചു അല്ലേ, അതേപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടും, ചില ആൾക്കാർക്ക് A+ കിട്ടും, ഇനി ഒന്നും വരാത്ത ആൾക്കാർക്കോ പാസ്സാകാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം കേട്ടോ. സോ മക്കളെ മാക്സിമം ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യുക. ജിസേൽ സാറിന്റെ ക്ലാസ് നല്ലോണം മനസ്സിലായിട്ടുണ്ട്, അടിപൊളിയാണ്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. ഇനിയും ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലത്തെ ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് നമ്മൾ എല്ലാവരും വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടിച്ച് പൊളിച്ച് തകർത്ത് നമുക്ക് പബ്ലിക് എക്സാം എളുപ്പമാക്കാം. സോ നിങ്ങളെ കൂടെ തന്നെ ആരുണ്ട്, എജുബോർഡുണ്ട്, നമ്മളുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സോ അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സി യു, ഇറ്റ്സ് മീ ജസീൽ സാർ സൈനിങ് ഓഫ്.